നമസ്കാരം. പ്രധാന വാർത്തകൾ. കപ്പൽശാലയിൽ NIA സംഘത്തിന്റെ പരിശോധന. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ട് നടപടി. കൊച്ചി കപ്പൽശാലയിൽ NIA സംഘത്തിന്റെ പരിശോധന. ചാരവൃത്തി കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈദരാബാദ് NIA യൂണിറ്റ് കൊച്ചി കപ്പൽശാലയിൽ പരിശോധന നടത്തുന്നത്. പ്രതിരോധ കപ്പലുകളുടെ വിവരങ്ങൾ ജീവനക്കാരിൽ നിന്നും ചോർന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഒരു ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. കായംകുളത്ത് CPM-ൽ അച്ചടക്ക നടപടി. പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിൽ മാവേലി സ്റ്റോർ ബ്രാഞ്ച് സെക്രട്ടറിയായ ശ്യാം, മോഹനൻപിള്ള എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. പാർട്ടി ഏരിയ സെന്റർ അംഗമായ നസീം ജനപ്രതിനിധിയായ വാർഡിൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് നടപടിക്ക് കാരണം. എന്നാൽ അച്ചടക്ക നടപടി വിഭാഗീയതയുടെ ഭാഗമാണ് എന്നാണ് ആരോപണം. 6 മാസം മുമ്പ് ശ്യാമിനെ ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനത്തു നിന്നും നീക്കുന്നതിന് എടുത്ത തീരുമാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഇടപെട്ട് മരവിപ്പിച്ചിരുന്നു. എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയെ നീക്കിയ തീരുമാനം അംഗീകരിച്ചു. എന്നാൽ ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഏരിയ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറിയെ നീക്കിയ തീരുമാനം അംഗീകരിച്ചു. ഇതിനെതിരെയും ഏതാനും അംഗങ്ങൾ രംഗത്ത് വന്നു. കായംകുളം CPM-ൽ കടുത്ത വിഭാഗീയത തുടരുകയാണ്. സ്റ്റെയർഗേസിന്റെ കൈവരിയിൽ തല കുടുങ്ങി. അഗ്നിശമന സേന എത്തി രക്ഷപ്പെടുത്തി. വീട്ടിലെ സ്റ്റെയർഗേസ് കൈവരിയിൽ മധ്യവയസ്കന്റെ തല കുടുങ്ങി. ചാക്ക് തരുവിക്കൽ ആയത്തടി ലൈനിലുള്ള വീട്ടിലെ മധ്യവയസ്കന്റെ തലയാണ് കൈവരിയിൽ കുടുങ്ങിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയെത്തിയാണ് ഇയാളെ രക്ഷിച്ചത്. അഗ്നിശമന സേന സ്റ്റെയർകേസ് കൈവരിയുടെ കമ്പി മുറിച്ചു മാറ്റുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ G. രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ KSRTCക്ക് നൽകിയത് 5,940 കോടി. KSRTCക്ക് സംസ്ഥാന സർക്കാർ 72.23 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് നൽകിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഇതേ ആവശ്യത്തിന് 71.53 കോടി രൂപ അനുവദിച്ചിരുന്നു. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവാണ് സർക്കാർ ഉറപ്പാക്കുന്നത്. ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം 50 കോടി രൂപയും സഹായമായി നൽകുന്നുണ്ട്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 5,940 കോടി രൂപയാണ് KSRTCക്ക് നൽകിയത്. കൊച്ചിയിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചിയിൽ ലൈംഗിക അതിക്രമ പരാതി നൽകിയ നടിയുടെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുമെന്ന് എല്ലാ പരാതികളും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണെന്നും അന്വേഷണ സംഘം പ്രതികരിച്ചു. ആലുവയിലെ യുവതിയുടെ ഫ്ളാറ്റിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. എല്ലാ വശവും പരിശോധിക്കും. കേരളത്തിലെ പല സ്ഥലത്തു നിന്ന് ലഭിച്ചിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്തുമെന്നും DIG അജിത ബീഗം മാധ്യമങ്ങളോട് പ്രതികരിച്ചു.